ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ക്ലാസ്സിൻ്റെ ഫിസിക്സ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തെ 4th ചാപ്റ്ററാണ് ഇന്ന് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 4th ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ലൈറ്റ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, കാണാമല്ലോ. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മൾ ഡെഫിനറ്റ്ലി ലൈക്ക് യൂഷ്വൽ നമ്മൾ ആദ്യം ബുക്ക് അനലൈസ് ചെയ്യും. ബുക്കിനകത്ത് ഓരോ പോർഷൻ നമ്മൾ നോക്കും. വേറെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ അതും കാണിക്കും. സോ ദാറ്റ്സ് വേ വി വിൽ പ്രൊസീഡ്. യു ക്യാൻ സീ അറ്റ് ദ സ്റ്റാർട്ടിങ് ലൈക്ക് ഒരു ഇമേജ് ഉണ്ട്, റിയർ വ്യൂ മിറർ കാണിക്കുന്ന കാർ. വൈ ഡു ദേ റൈറ്റ് ലൈക്ക് ദിസ് ഓൺ വെഹിക്കിൾസ് മിറർ? എന്താണ് വെഹിക്കിൾസിൻ്റെ മിററിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഇപ്പോൾ എല്ലാവരുടെയും കാറൊക്കെ കാണാത്തവരാരും കാണത്തില്ല. ഇപ്പോൾ എല്ലാവരും മിക്കവരുടെയും വീട്ടിൽ കാറും കാണും. സോ കാറിൻ്റെ റിയർ വ്യൂ മിററിൽ നമുക്കറിയാം ഒബ്ജക്റ്റ് സീൻ ഇൻ ദ മിറേഴ്സ് ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് രണ്ട് ടൂണിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ പറ്റും. ഒബ്ജക്ട്സ് സീൻ ഇൻ ദ മിറർ. സോ മിററിനകത്ത് കാണുന്ന ഒബ്ജക്ട്സ് ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അത് കാണുന്നതിനേക്കാൾ അടുത്താണ്. ഒന്ന്. ഇപ്പോൾ ഒന്നാമത്തെ രീതി ഞാൻ എന്ത് പറഞ്ഞേ? മിററിനകത്ത് കാണുന്ന ഒബ്ജക്ട്സ് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ അടുത്താണ്. ഒന്ന്. രണ്ട്, ഒബ്ജക്റ്റ് സീൻ ഇൻ ദ മിറർ ആർ ക്ലോസർ. മിററിനകത്ത് കാണുന്ന ഒബ്ജക്ട്സ് ക്ലോസർ ആണ്, പക്ഷേ അത് ദൂരെയാണുള്ളത് ഒറിജിനലിനകത്തുള്ളതിനേക്കാളും. സോ അങ്ങനെ രണ്ട് രീതിയിൽ ഇത് വായിക്കാൻ പറ്റും. പലപ്പോഴും ഞാനിത് വായിക്കുമ്പോൾ ആക്ച്വലി ഐ യൂസ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഐ ഡോണ്ട് നോ അബൌട്ട് യു. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുക. ഒന്നെന്ന് പറയുന്നത് മിററിനകത്തുള്ള ഒബ്ജക്റ്റ് ക്ലോസർ ആണെന്നോ, അല്ലെങ്കിൽ മിററിനകത്ത് കാണുന്ന ആക്ച്വൽ ഒബ്ജക്റ്റ് ക്ലോസർ ആണെന്നോ, അങ്ങനെ രണ്ട് മീനിങ് ആക്ച്വലി നമുക്കിവിടെ അസ്യൂം ചെയ്യാം. അതിൻ്റെ റിയൽ മീനിങ്, അതായത് എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, സെയിം നമ്മൾ എന്തിനാണ് അതിൻ്റെ പർപ്പസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇവിടെ കിട്ടും. നമ്മൾക്ക് എന്തിനാണ് ആക്ച്വലി റിയർ വ്യൂ മിറർ? റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ബാക്ക് സൈഡിൽ വരുന്ന കാറുകളെ കാണാൻ വേണ്ടി, നമുക്ക് ഡ്രൈവറിന് ബാക്ക് സൈഡിൽ ബാക്കിലൊക്കെ വരുന്ന കാറുകളെ കാണാൻ വേണ്ടി. എന്തിനാണ് കാറിനെ കാണുന്നത്? നമ്മൾ ചിലപ്പോൾ ലൈൻ ഡീവിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ലെഫ്റ്റ് പിടിക്കുമ്പോൾ, സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഇതിനെല്ലാം നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മളുടെ തൊട്ട് പുറകെ വരുന്ന വാഹനങ്ങൾ അത് എത്രത്തോളം സ്പീഡിലാണ് വരുന്നത്, വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ടത് പ്രോസസ്സ് ചെയ്യാൻ ടൈമുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കും. ആക്ച്വലി അവരെന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഒരാൾ എന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മേ ലീഡ് ടു ആൻ ആക്സിഡൻറ്റ്. സോ ദാറ്റ്സ് വൈ ഈ റിയർ വ്യൂ മിറർ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിയർ വ്യൂ മിറർ എന്തിനാ? ബാക്കിലുള്ള വണ്ടികളെ കാണാൻ, ഓർ സൈഡിൽ വരുന്ന ഡ്രൈവറിൻ്റെ സൈഡിൽ വരുന്ന വണ്ടികളെ കാണാൻ. സോ ഈ റിയർ വ്യൂ മിറർ എങ്ങനെയുള്ള ആകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ? മാക്സിമം ഇമേജസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന റിയർ വ്യൂ മിററായിരിക്കും നമുക്ക് ബെറ്റർ. മാക്സിമം ഇമേജസ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരുപാട് ഏരിയ കവർ ചെയ്യണം. എത്രത്തോളം ഏരിയ ഈ ഒരു ചെറിയ മിററിന് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഏരിയ. അതായത് എൻ്റെ കാറിൻ്റെ തൊട്ട് ബാക്ക് സൈഡ് തൊട്ട് ഇപ്പോൾ ആ റോഡ് ഒരു 4 വരി വീതി ഉണ്ടെങ്കിൽ 4 വരിയും കവർ ചെയ്താൽ ഐ ആം ഹാപ്പി. സോ റിയർ വ്യൂ മിറർ, ഒരു ഗുഡ് റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അത്രയും ലാർജ് ആയിരിക്കണം. സോ ലാർജ് ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള റിയർ വ്യൂ മിററാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മുടെ കാറിനകത്തുള്ള ഈ മിറർ കൂടുതൽ വാഹനങ്ങൾ കൂടുതൽ ഏരിയ കവർ ചെയ്യണം. കൂടുതൽ ഏരിയ കവർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് കാണുന്ന ഒബ്ജക്ട്സിൻ്റെ സൈസ് കുറവായിരിക്കും. മനസ്സിലാവുന്നോ? അതായത് എൻ്റെ തൊട്ട് പുറകിലുള്ള, ഇപ്പോൾ നമ്മുടെ കാർ ഇതാണെന്ന് വെച്ചോ, ഇതിൻ്റെ ഇത്രയും ഏരിയ കവർ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ഇത്രയും ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വെച്ചോ. അതേ സമയത്ത് ഇത്രയും ഏരിയ കവർ ചെയ്യുവാണെങ്കിൽ ഈ ചെറിയ മിററിനകത്ത് ഇവിടെ ഉള്ളതും കൂടെ വരണമെങ്കിൽ ഇതെന്തോ ചെയ്യണം? ഇതിനെ ഡൗൺ സൈസ് ചെയ്യണം. അതായത് റിയർ വ്യൂ മിററിനകത്ത് കാണുന്ന ഇമേജസിൻ്റെ സൈസ് വളരെ ചെറുതാക്കിയെങ്കിൽ മാത്രമേ ഇതിന് ഒരുപാട് ഏരിയ കവർ ചെയ്തു അതിനകത്തുള്ള ഇമേജസിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. സോ അങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്തോ പ്രശ്നം? ഇമേജിൻ്റെ സൈസ് കുറവായിരിക്കും. അങ്ങനെ ഇമേജിൻ്റെ സൈസ് കുറവാണെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കും ഈ വാഹനങ്ങൾ, അതായത് നമ്മളുടെ മിററിനകത്ത് കാണുന്ന വാഹനങ്ങൾ ചെറുതാണെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഇത് ഒരുപാട് ദൂരത്ത് നിൽക്കുവാണ്, ഇതിനിയും അടുത്ത് വരാൻ സമയമെടുക്കും എന്ന് നമ്മൾ ചിന്തിക്കും. ആക്ച്വലി അതൊരു റോങ് ജഡ്ജ്മെൻ്റാണ്. നമ്മുടെ റിയർ വ്യൂ മിററിനകത്ത് കാണുന്ന ഇമേജസ് ചെറുതാണെങ്കിൽ പോലും അത് കമ്പാരിറ്റീവ്ലി അടുത്തായിരിക്കും.
ഇനി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഒബ്ജക്ട്സ് സീൻ ഇൻ ദ മിറേഴ്സ് ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. സോ ഈ മിററിനകത്ത് കാണുന്ന റിയർ വ്യൂ മിററിനകത്ത് കാണുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അത് വളരെ അടുത്താണ്. നിങ്ങൾ ഇതിൽ ഈ മിററിൽ കാണുന്നതിനേക്കാൾ അടുത്താണ് ആ ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ ഗേൾ ഹാഡ് എ ഡൗട്ട്. ഹാവ് യു ആൾസോ ഫെൽറ്റ് ദ സെയിം? സോ യെസ്, അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. Light is a form of energy. Yes, light is a form of energy. Sound is a form of energy. Essentially required to see objects. So, light ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റൂ. ഈസ് ഇറ്റ് എ റിയൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. വൈ? ഇരുട്ടുള്ളൊരു റൂമിൽ കയറി കഴിഞ്ഞാൽ ആ റൂമിനകത്തുള്ള ഫർണിച്ചറോ അതിനകത്തുള്ള ഏതെങ്കിലും സ്റ്റഫോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അതേസമയത്ത് നിങ്ങൾ ആ റൂമിൽ ലൈറ്റ് ഓൺ ആക്കുവാണ്, ആ റൂമിനകത്തൊരു മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ്. എന്തോ പറ്റുന്നത്? ആ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന വെട്ടം എല്ലാ സൈഡിലോട്ടും റേഡിയേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഇമേജസിനെ, അവിടെയുള്ള ഫർണിച്ചർ ആയിക്കോട്ടെ മറ്റുള്ള സാധനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദറ്റ് ഈസ് എസെൻഷ്യലി റിക്വയർഡ് ടു സീ ഒബ്ജക്ട്സ്. വിച്ച് ആർ ദ ഫിനോമിന ഹെൽപ്ഫുൾ ഫോർ ദിസ്? ലൈറ്റ്, ഇപ്പോൾ വിച്ച് ആർ ദ ഫിനോമിന ഹെൽപ്ഫുൾ ഫോർ ദിസ്, അതായത് ലൈറ്റ് നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫിനോമിന ഏതാണെന്ന്. അതായത് ലൈറ്റിന് ഒരുപാട് ഫിനോമിനാസ് ഉണ്ട്, ഓർ ലൈറ്റ് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. സോ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനയാണ് നമുക്ക് ഈ ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ലൈറ്റ് പോയി ഓരോന്നിൽ പതിക്കും, അവിടെ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സാധനം നമ്മുടെ കണ്ണിൽ വരും. നമ്മുടെ കണ്ണത് പ്രോസസ്സ് ചെയ്തിട്ട് ആ ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. സോ യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഇൻ പ്രീവിയസ് ക്ലാസ്സസ്. സോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തട്ടി തിരിച്ചു വരുന്നതാണ് റിഫ്ലക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പോകുന്ന പാത്തിൻ്റെ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഹാവ് മോർ ഡിസ്കസ്ഡ് ഓൺ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലൈറ്റ് ഫാളിംഗ് ഓൺ ദ സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് കംസ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദിസ് ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഡെഫിനിഷൻ ആരെങ്കിലും ചോദിച്ചാൽ ദിസ് ഈസ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ ലൈറ്റ്. നമുക്ക് ഈ ഡെഫിനിഷൻ എൻലാർജ് ചെയ്യാൻ പറ്റും, 4-5 സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആക്കാൻ പറ്റും. കുറച്ചുകൂടെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ആസ് ഓഫ് ബിഗിനിങ് യു ക്യാൻ റിമെമ്പർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരിക്കലും മഗ്ഗപ്പ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് യു ക്യാൻ റീപ്രൊഡ്യൂസ് യുവർ ഓൺ സെൻറ്റൻസ്. ദാറ്റ്സ് ഇറ്റ്. സോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ ഫിനോമിന കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? ലൈറ്റ് ഫാളിംഗ് ഓൺ ദ ഒബ്ജക്ട്സ്, ലൈറ്റ് ഫാളിംഗ് ഓൺ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് come back to the same medium, that is known as reflection of the light. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ എന്താണ് ഈ മീഡിയം എന്ന് പറയുന്നത്? പറയാം, ഡോണ്ട് വറി. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ പറ്റും. ഈ പിക്ചറിനകത്ത് ഇതെന്ന് പറയുന്നത് ഒരു ബോർഡറാണ്. ഈ ബോർഡർ ഇവിടെ പറയുന്ന പേരാണ് ആക്ച്വലി പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. എന്താണ്? ഇതൊരു ബോർഡറാണ്. ആ ബോർഡർ ഇവിടെ പറയുന്ന പേരാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. സോ ലൈക്ക് ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ. ഇതവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഒരു അടുത്ത എക്സാമ്പിളിലോട്ട് പറയുകയാണ്. നിങ്ങളത് ചിന്തിച്ച് നോക്കണം. പലപ്പോഴും നിങ്ങൾ ലൈക്ക് ജലാശയങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ചരുവത്തിലോ ബക്കറ്റിലോ പിടിച്ചിരിക്കുന്ന വെള്ളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. നമ്മളുടെ വീട്ടിലെ അൽമാരിയിലെ പ്ലെയിൻ മിററിനകത്ത് നമ്മളുടെ മുഖം കാണുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലെ കിണറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലോ നദിയിലോ, അതൊക്കെ സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബക്കറ്റ് പിടിച്ചിരിക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മുഖം കാണാൻ പറ്റത്തില്ലേ? സോ ഇങ്ങനെ മുഖം കാണാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്തുവാ? നമ്മുടെ മുഖം, നമ്മളുടെ ഫേസ് എന്ന് പറയുന്നത് ആ ഒരു വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ബോർഡർ ബിറ്റ്വീൻ എയർ ആൻഡ് വാട്ടർ. സോ വാട്ടർ എന്ന് പറയുന്നത് വേറൊരു മീഡിയമാണ്, എയർ എന്ന് പറയുന്നത് വേറൊരു മീഡിയമാണ്. ശരിയല്ലേ? ഇപ്പം മനസ്സിലായ മീഡിയം എന്താണെന്ന്. സോ എയർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്, വാട്ടർ എന്ന് പറയുന്ന മീഡിയമാണ്. ഞാൻ എൻ്റെ മുഖം കൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ലൈറ്റ് വന്നിട്ട് ഇതിനകത്തൂടെ പാസ് ചെയ്താൽ എന്ത് പറ്റും? എനിക്ക് അതിന് വെള്ളത്തിനടിയിലുള്ളത് കാണാൻ പറ്റും, എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല. അതേ സമയത്ത് ഇവിടെ തട്ടി പ്രതിഫലിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് മേലോട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റും. സോ ഇതൊരു ബോർഡറാണ്.
അതുപോലൊരു ബോർഡറാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്മൂത്ത് സർഫസാണ്. സ്മൂത്ത് സർഫസാണ്. വാട്ടറിൻ്റെ ഈ ബോർഡർ, സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വാട്ടറിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മൂത്ത് സർഫസാണ്. സോ ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് എഫക്റ്റീവ്ലി that is reflected back or that is gone back or that is bounced back to the same medium. That phenomena or that process is known as the reflection of light. മനസ്സിലായോ? ഓക്കെ, കം ബാക്ക് ടു ദിസ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ മിറർ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ പ്ലെയിൻ മിററിനകത്ത് ഒരു ലൈറ്റ് വന്ന് പതിക്കുന്നു. ഈ വന്ന് പതിക്കുന്ന ലൈറ്റിനെ നമ്മൾ പറയുന്നത് ഇൻസിഡൻറ്റ് റേ എന്നാണ് പറയുന്നത്. ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്നത്. സോ ഇവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ്, സോ ഈ ആരോ നിങ്ങൾക്ക് കാണാം, ഇത് വന്ന് പതിച്ചതാണ് ഇൻസിഡൻറ്റ് റേ. ഇതെന്ന് പറയുന്നത് ഈ മിററിൽ നിന്നും പുറത്തോട്ട് പോകുന്നതാണ്, അതിനെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ചാൽ RAY. സോ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ. സോ I എന്നാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേയെ സിംബലൈസ് ചെയ്യുന്നത്, R എന്നാണ് റിഫ്ലക്റ്റഡ് ലൈറ്റിനെ സിംബലൈസ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ആൻ ഇൻസിഡൻറ്റ് റേ or incident light ray falls on a surface, that's plane mirror, and reflected back to the same medium as the reflected ray R. Okay, we are drawing a normal. എന്ന് പറയുന്നത് നോർമൽ ആണ്. നോർമൽ എന്ന് വെച്ചാൽ ലംബം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഓർ പെർപെൻഡിക്കുലർ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒരു പ്രൊട്രാക്ടറൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ നിങ്ങളുടെ ബോക്സിനകത്ത് അല്ലേ? സോ ആ ബോക്സിനകത്ത് 90 ഡിഗ്രി എടുത്ത് വെച്ച് നിങ്ങൾ മേലോട്ടൊരു വര വരച്ചാൽ ഇതാണ് പെർപെൻഡിക്കുലർ ഓർ ലംബം എന്ന് പറയുന്നത്. ഈ ആംഗിൾ നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ യു ക്യാൻ സീ ഹിയർ എ പ്ലെയിൻ മിറർ ഇൻ ദാറ്റ് വി ആർ ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ. എവിടെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്? എവിടെയും വരയ്ക്കാമോ? ആക്ച്വലി നമ്മൾ വരയ്ക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലാണ്. ആ പോയിൻറ്റിലാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഹിയർ. ദർ ഈസ് എ മിറർ, ആൻ ഇൻസിഡൻറ്റ് റേ falls on a point O. I am drawing a perpendicular. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്നാണ്. I am drawing a perpendicular on that particular point or the incident point, you can say. So the angle between this normal and the incident ray is known as this an angle of incidence. Okay, idana angle of incidence nu parayunnathu. Now you can see a reflected ray goes out, that can be called as OB. Idendana AO. So AO is the incident ray, OB is the reflected ray. The angle between AO and ON or NO, it's known as angle of incidence. The angle between the perpendicular or the normal to the plane mirror and the reflected ray is known as angle of reflection. And you should keep in mind, the angle of incidence will be same as angle of reflection in the case of a smooth surface or in the case of a plane mirror. ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിറർ ആണെങ്കിലോ, സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ ഏതും ആവാം, പ്ലെയിൻ മിറർ ആണെങ്കിലോ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ ഓഫ് I ഈസ് ആംഗിൾ ഓഫ് R. സോ ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. സോ ലോസ് ഓഫ് റിഫ്ലക്ഷനകത്ത് എന്ത് പറയുന്നത്? ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ടു ദ പ്ലെയിൻ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ are equal. Okay, let's go down. What is the incident ray? മനസ്സിലായോ? The ray that falls on the smooth surface or the ray that falls on this plane mirror, that is known as incident ray. What is reflected ray? The ray that is reflected back after falling onto the plane mirror is known as reflected ray. Is there any relation between the angle of incidence and the angle of reflection? Yes, there is a relation. The angle of incidence is equal to the angle of reflection. So what is angle of incidence? The angle of incidence is the angle between the incident ray and the perpendicular to the
point on the surface. What is angle of reflection? The angle between the reflected ray and the perpendicular to the plane mirror or perpendicular to the surface where the reflection happened. Are the incident ray, reflected ray and the normal to the mirror at the point of incidence in different planes? No, they are in the same plane. മനസ്സിലാവുന്നു? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ റേ ഇതെല്ലാം സെയിം പ്ലെയിനിലാണ്. സെയിം പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഞാനിവിടെ ഒരു പേപ്പർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ എല്ലാത്തിനും ഒരു പ്ലെയിനകത്ത് വരയ്ക്കാൻ പറ്റില്ലേ? അതാണ് സെയിം പ്ലെയിൻ എന്ന് വെച്ചാൽ മീനിങ്. സെയിം ലൈൻ എന്ന് വെച്ചാൽ എന്തുവാ? ഇതാണ് സെയിം ലൈൻ. ഇപ്പോൾ ഈ ലൈനകത്ത് വരണം കാര്യങ്ങൾ. ഈ ലൈൻ സെയിം ലൈൻ എന്ന് വെച്ചാൽ ഈ ലൈനകത്ത് വരണം കാര്യങ്ങൾ. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു 2D സാധനമാണ്. സോ ഈ ഒരു പേപ്പറിൽ എനിക്ക് അതിനെ അടയാളപ്പെടുത്താൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അതിന് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. വെൻ ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം എ സ്മൂത്ത് സർഫസ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. The incident ray, reflected ray, normal to the surface are in the same plane. So what is the law of reflection? Two concept ആണ് law of reflection ആത്തുള്ളത്. ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഒന്നെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും സ്മൂത്ത് സർഫസിലെ റിഫ്ലക്ഷനിലാണേ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ദ normal to the plane, normal to the surface on the point of incidence are on the same plane. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതൊരിക്കലും ഈ ഡെഫിനിഷനൊന്നും ഒരിക്കലും നിങ്ങൾ മഗപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങളും എഴുതി ഓർത്തിരിക്കാൻ നോക്കുക. രണ്ട് കാര്യങ്ങളല്ലേ ഉള്ളൂ. എപ്പോഴും നമ്മൾ പഠിക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ തന്നെ സിംപ്ലിഫൈ ചെയ്ത് വെക്കുന്ന ഏറ്റവും എളുപ്പം. കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ദോസ് ടൈംസ് ആർ ഓവർ. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് I ഈക്വൽ ടു ആർ. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്, ഒന്നാമത്തെ സെൻറ്റൻസ് പറയുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നത് എന്തുവാ? ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും സെയിം പ്ലെയിനിലാണ്. ദാറ്റ്സ് ഇറ്റ്. യു ക്യാൻ ജനറേറ്റ് യുവർ ഓൺ സെൻറ്റൻസ്. നൗ എ ബീം ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ടു സർഫസസ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആർ ഡെപിക്റ്റഡ് ബിലോ. സോ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒന്നെന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷനും രണ്ടാമത്തേന്ന് പറയുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, എന്താണ് ഇത് റെഗുലറും ഇറഗുലർ എന്ന് പറയാൻ കാരണം? നമുക്ക് നോക്കാം. ഈ സർഫസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവൻ സ്മൂത്ത് സർഫസാണ്. ഇവിടെ നോക്കിയാലോ നമ്മുടെ കേരളത്തിലെ റോഡ് പോലെ ഗട്ടറുള്ള സർഫസ്. സോ ഇതെന്ന് പറയുന്നത് സ്മൂത്ത് അല്ല, റഫ് സർഫസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്മൂത്ത്, നമ്മളുടെ NH പോലെ MC റോഡ് പോലെ ഒക്കെ ഉള്ളതാണ് സ്മൂത്ത് സർഫസ് എന്ന് പറയുന്നത്. സോ സ്മൂത്ത് സർഫസും റഫ് സർഫസും അല്ലെങ്കിൽ ഇറഗുലർ സർഫസും. സോ സ്മൂത്ത് സർഫസിൽ നടക്കുന്ന റിഫ്ലക്ഷനെ ഇവരെന്ത് പേരാണ് വിളിച്ചിരിക്കുന്നത്? റെഗുലർ റിഫ്ലക്ഷൻ. ഇറഗുലർ സർഫസ്, റഫ് സർഫസിലുള്ള ഘട്ടറുള്ള സർഫസിൽ നടക്കുന്ന റിഫ്ലക്ഷൻ ഇവരെന്ത് വിളിച്ചിരിക്കുന്നത്? ഇറഗുലർ റിഫ്ലക്ഷൻ. നൗ ലെറ്റ്സ് സീ ദ അതർ പോയിൻറ്റ്സ് ഓർ ലെറ്റ്സ് സീ ദ യുണീക്ക് ഫീച്ചേഴ്സ് ദാറ്റ്സ് ഇൻ ദിസ് പിക്ചർ. ഓക്കെ, so you can see here these are multiple incident rays. Suppose I1 incident ray 1, I2, I3, I4. So these are the four incident rays. So these four incident rays falls on different points on this particular smooth surface. Point number A, point number B, point number C, point number D. Here one unique thing is that from this image or from this picture I am sure that all the angle of incidence of I1, I2, I3, I4 are equal. Okay, since they are equal and since this is a smooth surface, one thing I can be sure, the angle of reflection of these four rays are also equal. So smooth surface, angle of incidence of these four lights or four rays are same. So angle of reflection must be same since it's a smooth surface. So if that is the condition, what does it mean? Suppose ഞാൻ പറയുകയാണ് ഇവിടെ നിന്നും 4 ലൈറ്റ് മേലോട്ട് പോവുകയാണ്. സോ ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രിയിലാണ് മേലോട്ട് പോകുന്നതെന്ന് വെച്ചോ. ഇവനെ നമുക്ക് X എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ Y എന്ന് പറയുന്ന ലൈറ്റ് മേലോട്ട് പോകുന്നുണ്ട്, അവനും 30 ഡിഗ്രിയാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പറയുകയാണ്
ഇസഡ് എന്ന് പറയുന്ന വേറൊരു ലൈറ്റ് മേലോട്ട് പോകുന്നുണ്ട്, അവൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണെന്ന് എനിക്ക് പറയാം. സോ ഇവിടെ 3 ലൈറ്റ് റേസ് നിങ്ങൾക്ക് കാണാം, എക്സും വൈയും ഇസഡും. സോ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ അനലൈസ് ചെയ്ത് എനിക്കറിയാം, എക്സിൻ്റെയും വൈയുടെയും ആംഗിൾ സെയിം ആണ്, അതുകൊണ്ട് ദേ ആർ പാരലൽ. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നെങ്കിലും ആംഗിൾ ഡിഫറൻ്റ് ആണ്. സോ ദിസ് ഈസ് നോട്ട് പാരലൽ വിത്ത് എക്സ് ഓർ വൈ. സോ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്റ്റഡ് റേ 1ഉം റിഫ്ലക്റ്റഡ് റേ 2ഉം റിഫ്ലക്റ്റഡ് റേ 3ഉം റിഫ്ലക്റ്റഡ് റേ 4ഉം പാരലൽ ആയിരിക്കും. ഓക്കെ. സോ ഒരു സ്മൂത്ത് സർഫസിൽ അല്ലെങ്കിൽ ഒരു റെഗുലർ റിഫ്ലക്ഷനിൽ വെൻ ദ ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ് ദ റിഫ്ലക്റ്റഡ് റേസ് വിൽ ബി പാരലൽ. വൺ തിങ്. സെക്കൻഡ് തിങ്, സോ പാരലൽ പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം, ഇവിടെ ഇൻസിഡൻറ്റ് റേ, ഞാനിത് എറൈസ് ചെയ്യുവാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി ഐ വിൽ ടെൽ യു. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ലൈക്ക് ദിസ്. ഓക്കെ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇൻസിഡൻറ്റ് റേ ഐ, ഇവിടുത്തെ റിഫ്ലക്റ്റഡ് റേ ഏതാ? ആർ. സോ നോർമലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് റിഫ്ലക്റ്റഡ് റേ വന്നത്. ഇവിടോ ഇത് രണ്ടാമത്തത് ഇൻസിഡൻറ്റ് റേ ആണെങ്കിൽ ഇവൻ്റെ നോർമലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഒരിക്കലും ഈ ഇൻസിഡൻറ്റ് റേ വന്ന അതേ ഡയറക്ഷനിലോട്ട് തിരിച്ചൊരിക്കലും പോകില്ല റിഫ്ലക്റ്റഡ് റേ. ഓക്കെ. രണ്ട് പ്രോപ്പർട്ടി. അതേ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കമ്പയർ ചെയ്താലോ. ഇവിടെ ഇതാണ് ലൈറ്റ് 1, ലൈറ്റ് 2, ലൈറ്റ് 3, ലൈറ്റ് 4. സോ ഈ 4 ലൈറ്റ്സും പാരലലാണ്. സിമിലർ ടു ഹിയർ, ദീസ് ആർ പാരലൽ. സോ ഇൻസിഡൻറ്റ് റേസ് ആർ പാരലൽ. പക്ഷേ റിഫ്ലക്റ്റഡ് പോകുന്ന പോക്ക് കണ്ടോ, ഇങ്ങോട്ടൊരെണ്ണം പോയി, ഇങ്ങോട്ടൊരെണ്ണം പോയി, ഇങ്ങോട്ടൊരെണ്ണം പോയി, ഇങ്ങോട്ടൊരെണ്ണം പോയി, ഇങ്ങോട്ടൊരെണ്ണം പോയി, അങ്ങനെ തേരാ പാരാ പോകും. കാര്യം എന്താ? ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അല്ല, സ്മൂത്ത് അല്ല. ഓക്കെ. സോ നമ്പർ 1 റൂൾ ഈസ് ഫെയിൽഡ് ഹിയർ. വാട്ട് ഈസ് നമ്പർ 1 റൂൾ? അതായത് റിഫ്ലക്റ്റഡ് റേസ് പാരലൽ ആണോ? അല്ല. റിഫ്ലക്റ്റഡ് റേസ് ഒരിക്കലും പാരലൽ അല്ല ഇവിടെ. ഇപ്പോൾ റിഫ്ലക്റ്റഡ് റേസ് ഒരിക്കലും പാരലൽ അല്ല. ഇതാണ് ഒരെണ്ണം, ഇതാണ് ഒരെണ്ണം, ഇതാണ് ഒരെണ്ണം, ഇതാണ്. ദേ ആർ നോട്ട് പാരലൽ. ഓക്കെ. സെക്കൻഡ് തിങ്, ഇവിടെ നോക്ക്, ഫസ്റ്റിലെ ഇൻസിഡൻറ്റ് റേയുടെ റിഫ്ലക്റ്റഡ് റേ പോയിരിക്കുന്നത് ഒരിക്കലും നോർമലിൻ്റെ അപ്പുറത്തെ സൈഡിലല്ല, അതേ സൈഡിൽ തന്നെയാണ് തിരിച്ച് ഇവൻ പോയത്, അതേ ക്വാഡ്രാറ്റിലോട്ട് തന്നെയാണ് തിരിച്ചു പോയത്. ഇവിടെ തേരാപ്പാര പോയി, ഇവിടെ തേരാ പോയി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്മൂത്ത് സർഫസ് ആൻഡ് എ റഫ് സർഫസ്. ഇൻ ദ സ്മൂത്ത് സർഫസ് ദ റിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് എ റെഗുലർ റിഫ്ലക്ഷൻ. ഇൻ ദി റഫ് സർഫസ് ദ റിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് ഇറഗുലർ റിഫ്ലക്ഷൻ or a diffuse reflection or scattered reflection. So what is the difference is seen between the surfaces of the two objects? You got the answer. In figure 4.2b, this one, are the rays of the lights traveling parallel after reflection? Are they going parallel after reflection? No. When the light falls on a rough surface, it undergoes irregular reflection. This is known as scattered reflection. So what is scattered reflection? Scattered reflection is a phenomena that happens when a light incident on a irregular surface, rough surface. So here light undergoes reflection but no image is formed through. Image form ചെയ്യില്ല. കാര്യം ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള റിഫ്ലക്ഷൻ നടന്നെങ്കിൽ മാത്രമേ അത് കൺവേർജ് ആയി ഇമേജ് ഫോം ആവുകയുള്ളൂ. So in the dust particles of the atmosphere, light undergoes scattered inflection. സോ നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലത്തിലൊക്കെ ലൈറ്റ് സ്കാറ്റേർഡ് റിഫ്ലക്ഷനാണ് കാരണമാകുന്നത്. ഇതിനെയാണ് നമ്മൾ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. സ്കാറ്ററിങ് ആണ് ഒരു റീസൺ ഫോർ നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ കാണുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആണ്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, വി ഷാൽ ലേൺ മോർ അബൌട്ട് സ്കാറ്ററിങ് ഇൻ അനദർ ചാപ്റ്റർ. ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലൈറ്റിന് ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. നൗ 4.2a എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ റിഫ്ലക്ഷൻ ഈസ് ഡെപ്പിക്റ്റഡ്. Can you give a definition for such a reflection by observing the figure? Can you give a definition? I have already told you. What is regular reflection? Regular reflection is a light phenomena in which the incident ray falls on a smooth surface where the light reflected back to the same medium. വേണമെങ്കിൽ എഴുതി വെച്ചോണം, പോസ് ചെയ്തിട്ട് വീണ്ടും കേട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ. ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം മീഡിയം in which the angle of reflection is equal to the angle of incidence, and if the incident rays are parallel, the reflected rays also will be parallel.
എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു കാണ്ട് ഗെറ്റ് എ ബെറ്റർ ഡെഫിനിഷൻ ദാൻ ദിസ് എനിവെയർ. സോ വി ആർ ഫെമിലിയർ വിത്ത് പ്ലെയിൻ മിറേഴ്സ് ആൻഡ് ദ സ്ഫെറിക്കൽ മിറർ. പ്ലെയിൻ മിറർ എന്ന് വെച്ചാൽ എന്താ? അതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും ഒരേ പ്ലെയിനിൽ തന്നെ വന്നാണ് പ്ലെയിൻ മിറർ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കണ്ണാടി ഉണ്ടല്ലോ, നമ്മുടെ അൽമാരിയിലൊക്കെ ഉള്ള, വാർഡ്രോബിലൊക്കെ ഉള്ള കണ്ണാടി, ദാറ്റ്സ് വാട്ട് ഈസ് പ്ലെയിൻ മിറർ. സ്ഫെറിക്കൽ മിറർ എന്താ? സ്ഫെറിക്കൽ മിററിനകത്ത് അതൊരു മിററായിരിക്കും, പക്ഷേ അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയിനകത്തുള്ളതായിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ റിയർ വ്യൂ മിററിൽ കാണുന്നത് കോൺവെക്സ് മിററാണ്. സോ കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത, അതിൻ്റെ അഗ്രങ്ങൾ എ ബി, അതിൻ്റെ സെൻറ്റർ സി എടുത്തു കഴിഞ്ഞാൽ അത് സെയിം പ്ലെയിനിലോ സെയിം ലൈനിലോ വരില്ല ഒരിക്കലും. അത് ഒരു സ്ഫിയറിൻ്റെ പാർട്ടായിരിക്കും. അതാണ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സ്പൂൺ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പൂൺ എങ്ങനെ ഇരിക്കുക? സ്പൂൺ ഇങ്ങനെ ഇരിക്കുമല്ലേ, താന്നിരിക്കുമല്ലേ സ്പൂണേ, നമ്മൾ കഞ്ഞിയൊക്കെ വാരി കുടിക്കുന്ന സ്പൂൺ. ആ സ്പൂണിനകത്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ സ്പൂണിനകത്ത് നിങ്ങളുടെ തല കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കഞ്ഞിയോ ചോറോ ഒക്കെ ഉള്ളുമ്പോൾ വലിയ സ്പൂണോ തവിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ ഈ അകം ഒരു സ്ഫെറിക്കൽ മിററാണ്. അതിൻ്റെ പുറകുവശം ഉണ്ടല്ലോ, അതായത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വശം, അതും ഒരു സ്ഫെറിക്കൽ മിററാണ്. ഈ അകത്തെ നമ്മൾ പറയുന്നത് കോൺകേവ് എന്നും, അതായത് കേവ് പോലെ അകത്തോട്ട് പോയതുകൊണ്ടും, നേരെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതായത് തെള്ളി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കോൺവെക്സ് എന്നാണ് പറയുന്നത്. ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. ഓക്കെ, സോ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇത് സ്ഫെറിക്കൽ മിററിൻ്റെ പാർട്ടാണ്. സോ പ്ലെയിൻ മിറർ, സ്ഫെറിക്കൽ മിറർ. ഇൻ സച്ച് മിറേഴ്സ് ലൈറ്റ് അണ്ടർഗോസ് റെഗുലർ റിഫ്ലക്ഷൻ. അത് സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത്. ലെറ്റ്സ് സീ ദാറ്റ്. സോ ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ണാടി, അലമാരിയുടെ മുമ്പിലൊക്കെ നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നിങ്ങളുടെ വീട്ടിൽ കൈ വരച്ച് നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് കൈ വരയ്ക്കുമ്പോൾ കൈ മുറിയാറുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് എ സ്മൂത്ത് സർഫസ്. സോ ഒന്നാമത്തെ പ്രശ്നം നമുക്ക് മാറി, അതൊരു സ്മൂത്ത് സർഫസ് ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ആ മിററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബം, നിങ്ങളുടെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. അതുകൊണ്ടാണല്ലോ നിങ്ങളതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടി നോക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ണാടി നോക്കുന്ന എന്തിനാ? നമ്മളെ നോക്കാൻ, നമ്മുടെ സൗന്ദര്യം നോക്കാൻ. വെദർ വി ഡ്രസ്ഡ് പ്രോപ്പർലി, ആർ വി ലുക്കിംഗ് ഹാൻസം ഓർ സെക്സി, അതിനല്ലേ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ സ്മൂത്ത് സർഫസ് ആണ്. രണ്ട്, യു ക്യാൻ സീ യുവർ ഇമേജ്. യെസ്. രണ്ട്, ക്യാൻ യു ടച്ച് യുവർ ഇമേജ്? നിങ്ങളുടെ ഇമേജിന് നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ നിങ്ങളുടെ ഇമേജിനെ? നോ, യു കനോട്ട് ടച്ച് ഇറ്റ്. You cannot touch it. Why you cannot touch that image? Why you cannot touch that image? Why you cannot touch that image? Reason number one, it is a virtual image. It's a virtual image. Reason number two, the image is formed on the back of the mirror. ആ മിററിൻ്റെ മുമ്പിലല്ല ഇമേജ് ഇരിക്കുന്നത്, അതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ മിററിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ പുറമോട്ട് പോയി നോക്ക്, നിങ്ങളുടെ ഈ ഇമേജും പുറമോട്ട് പോകും. നിങ്ങൾ ഈ മിററിൻ്റെ ഫ്രണ്ടിൽ വന്ന് നോക്ക്, ഇമേജും ഫ്രണ്ടിൽ വന്നിരിക്കും. അതായത് നിങ്ങളാണ് ഒബ്ജക്റ്റ്. സോ വെൻ യു മൂവ് ഫ്രണ്ട് ഓർ ബാക്ക്, ദ ഇമേജ് ഫോംഡ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ മിറർ ആൾസോ മൂവ്സ് ഫ്രണ്ട് ഓർ ബാക്ക്. സോ ഇമേജ് മൂവ് ചെയ്യും, നിങ്ങൾക്ക് അതിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ആൻ ഇമാജിനറി ഇമേജ്, ദാറ്റ് ഈസ് എ വിർച്വൽ ഇമേജ്. ഓക്കെ, ഇനി ആ ഇമേജ് തലകുത്തിയാണോ നിൽക്കുന്നത്, നേരെയാണോ നിൽക്കുന്നത്? നേരെയല്ലേ. നിങ്ങളുടെ തല ഉള്ളിടത്ത് നിങ്ങളുടെ തലയും, നിങ്ങളുടെ കാലുള്ളിടത്ത് നിങ്ങളുടെ കാലുമാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ ഇറക്റ്റ് ഇമേജ്, ഐ ക്യാൻ സേ. അതെന്താ സാർ ഇറക്റ്റ് എന്ന് പറഞ്ഞ്? അന്നേരം അതിന് ഓപ്പോസിറ്റ് എന്താ സാർ? തലകുത്തിയൊക്കെ ഇമേജ് കിട്ടുമോ? യെസ്, തലകുത്തി ഇമേജ് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ഇമേജിനെ നമ്മൾ പറയുന്നത് ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ് പറയുന്നത്. ഇൻവേർട്ടഡ്, തലകുത്തിക്കുന്നവന്മാരെ. അതായത് നേരെ നിൽക്കുന്നത് ഇറക്റ്റ് ഇമേജും, തലകുത്തി നിന്നാൽ ഇൻവേർട്ടഡ് ഇമേജും. ഓക്കെ, സോ നിങ്ങൾ കണ്ട ഇമേജ് വിർച്വൽ ഇമേജാണ്. യു കനോട്ട് ടച്ച് ഇറ്റ്. It's formed on the back of the mirror. It's not on the front of the mirror. It's on the back of the mirror. So when your position, that is you are the object, when your position is changed in relative to the mirror, definitely the image also moves front and back. Or I can say, ഇത് മിററാണ്, നിങ്ങൾ ഇതാണ് ഒബ്ജക്റ്റ്, നിങ്ങളും മിറർ തമ്മിലുള്ളത് 1 മീറ്റർ ആണെങ്കിൽ ഇതും നിങ്ങളുടെ ഫോം ചെയ്തിരിക്കുന്ന ഇമേജുമായിട്ടുള്ളത് 1 മീറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾ 50 മീറ്ററിൽ പോയാൽ ഇവനും 50 മീറ്ററിൽ പോവും. 50 മീറ്റർ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരും കേട്ടോ, 50 മീറ്ററിൽ പോവും. മനസ്സിലാവുന്നോ? സോ ഇറക്റ്റാണ് ഇമേജ് എന്ന് പറയുന്നത്. ഇമേജിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ. ഇമേജ് വിർച്വൽ ഇമേജ് ആണ്, റിയൽ ഇമേജ് അല്ല. ബാക്ക് ഓഫ് ദ മിററാണ് ഫോം ചെയ്യുന്നത്.
ഇമേജിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഞാൻ പറഞ്ഞു, ഫൈൻ. ഇമേജ് ഇറക്റ്റാണ്, തലകുത്തിനുള്ള നേരെയുള്ള ഇമേജാണ്. ഇനി ഇമേജിൻ്റെ സൈസോ, വാട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദ ഇമേജ്? ഈസ് ഇറ്റ് സെയിം ആസ് യു ഓർ ബിഗർ ദാൻ യു? നിങ്ങൾക്ക് 6.5 ഇഞ്ചസ് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, 6 ഫീറ്റും 5 ഇഞ്ചസ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമേജിന് 10 ഫീറ്റ് ഹൈറ്റ് കാണുമോ അതോ 2 ഫീറ്റ് ഹൈറ്റ് കാണുമോ? നിങ്ങൾക്ക് എത്ര ഉണ്ടോ ഹൈറ്റ് അത്രയും. നിങ്ങൾ നല്ല ജിം ബോഡിയൊക്കെ ഉള്ള 6 പാക്ക് ഉള്ളൊരു മനുഷ്യനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഗേൾസ് എന്ന് പറയുന്നത് സൂപ്പർ കൂൾ ചാം ഗേൾസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മിററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വണ്ണം കാണും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വണ്ണം ഉണ്ട്. സോ യു ലുക്ക് സ്ലിം ഇൻ ദാറ്റ്സ് ടു ബാഡ്. എന്നാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടോ അതുപോലെ കാണാൻ പറ്റും നമുക്ക് പ്ലെയിൻ മിററിൽ. സ്ലിം ആയാലും അല്പം ഹെവി വെയിറ്റ് ആണെങ്കിലും ഹാൻസം, ഗുഡ് ലുക്കിംഗ്. നോ, ഐ എം നോട്ട് ഇവാലുവേറ്റിംഗ് എനി വൺ ഓൺ സൈസ്. ഓക്കെ, ഇത് നാളെ എന്നോട് അത് പരാതിയായിട്ട് വരല്ലേ. ഓക്കെ, എവരി വൺ ഹാസ് ദെയർ ഓൺ ബ്യൂട്ടി ഇൻ ദ ഐസ് ഓഫ് ദ ഒബ്സർവർ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇറക്റ്റും സൈസും. സോ സൈസ്, ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര സൈസ് ഉണ്ടോ അത്രയും സൈസ് കാണിക്കും. ശരിയല്ലേ? ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സപ്പോസ് നിങ്ങൾ ഈ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഇതാണ് നിങ്ങൾ. ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ ഞാൻ വായിക്കാം. ഇതാണ് നിങ്ങൾ. ഇത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾക്കൊരു പെന്നുണ്ടെന്ന് വെച്ചോ. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നുണ്ട്, പേപ്പറുണ്ട്. സോ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ പെന്നുണ്ട്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ പേപ്പറുണ്ട്. നിങ്ങൾ ഈ മിററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മിററിൽ ഫോം ചെയ്യുന്ന നിങ്ങളുടെ ഇമേജ് ഉണ്ടല്ലോ. ഓക്കെ, ഇവന് സെയിം ഹൈറ്റാണ്, സെയിം സൈസാണ്. നിങ്ങൾ മിററുമായിട്ട് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമുണ്ട്. നിങ്ങൾ മിററിൻ്റെ മുൻപിലാണ്, ഇവൻ മിററിൻ്റെ പിൻപിലാണ്. നിങ്ങൾ കുനിഞ്ഞാൽ ഇമേജ് കുനിയും, നിങ്ങൾ നിവർന്നാൽ ഇമേജ് നിവരും. നിങ്ങൾ ചാടിയാൽ ഇവൻ ചാടും. നിങ്ങൾ നേരെ നിൽക്കുന്നു, ഇവൻ. നിങ്ങൾ തലകുത്തി നിന്നാൽ അവനും തലകുത്തിയിരിക്കും. ഇനി എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ ഇടത്തെ കയ്യിൽ പേനയാണ്, നിങ്ങളുടെ വലത്തെ കയ്യിൽ പേപ്പറാണ്. നിങ്ങളുടെ ഇമേജിൻ്റെ ഇടത്തെ കയ്യിൽ പേനയാണോ വലത്തെ കയ്യിൽ പേപ്പറാണോ? ആക്ച്വലി ദ ഇമേജ് ഈസ് ഫ്ലിപ്ഡ് ബൈ സൈഡ്. അതായത് ഇവൻ്റെ ഇടത്തെ കയ്യിൽ പേപ്പറും ഇവൻ്റെ റൈറ്റ് ഹാൻഡിൽ പെന്നുമായിരിക്കും. മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഇടത്തെന്ന് പറയുന്നത് ഇമേജിൻ്റെ വലത്തും നിങ്ങളുടെ വലത്ത് ഇമേജിൻ്റെ ഇടത്തുമായിരിക്കും. കൈയൊന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് വീണ്ടും കണ്ടു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറിയൊന്നും വിളിക്കേണ്ട, കമൻറ്റിൽ പറഞ്ഞാൽ മതി എന്തോ പ്രോബ്ലം. ലെറ്റ്സ് കം ടു ദ പിക്ചർ. സോ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ മിററാണ്. മിററിൻ്റെ പേരാണ് PQ. ഓക്കെ, മിററിനകത്ത് 2 പോയിൻ്റ് ഉണ്ട്. പോയിൻ്റ് നമ്പർ A, പോയിൻ്റ് നമ്പർ B. പോയിൻ്റ് നമ്പർ A എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്ന ഒരു പോയിൻ്റാണ് A. C ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്ന പോയിൻ്റാണ്. സോ ഫസ്റ്റ് ഇൻസിഡൻറ്റ് റേ I1 എന്ന് പറയുന്നത് OA ആണ്. OA ഇൻസിഡൻറ്റ് റേ 1. I2 എന്ന് പറയുന്നത് OC ആണ്. ഓക്കെ, ഇൻസിഡൻറ്റ് റേ 1 OA, ഇൻസിഡൻറ്റ് റേ 2 OC. ഇനി റിഫ്ലക്റ്റർ റേ നോക്കിക്കഴിഞ്ഞാൽ R1, ഇവിടെ വന്ന് ലൈറ്റ് വീണു, ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ചെയ്തു. R1 എന്ന് പറയുന്നത് AB ആണ്. R2 എന്ന് പറയുന്നത് CD ആണ്. സോ R1 AB ആണ്, R2 എന്ന് പറയുന്നത് CD ആണ്. ഇനി ഈ ഒരു പ്ലെയിൻ മിററിന് 2 നോർമൽ വരച്ചിട്ടുണ്ട്. പോയിൻ്റ് എയിൽ നമ്മൾ വരച്ചിട്ടുള്ള നോർമലാണ് X, ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. CY, 2 നോർമൽ നമ്മൾ കണ്ടു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കണ്ണ്. നിങ്ങളിവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഓക്കെ, ഒളിഞ്ഞല്ല, നേരെ നോക്കുന്നത്. ഫുള്ള് നെഗറ്റീവ് വൈബല്ലേ ഇപ്പോൾ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഹിയർ. ഇവിടെ ഒരു I എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു ഇമേജാണ് I എന്ന് പറയുന്നത്. അത് ഫോം ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? മിററിൻ്റെ ബാക്ക് സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. മിററിൻ്റെ ബാക്ക് സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് ലൈറ്റ് സോഴ്സ് O, അതിൽ നിന്ന് വരുന്ന 2 ലൈറ്റാണ് വന്ന് 2 ഇടത്ത് പതിക്കുന്നത്. അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്താണ് ബാക്കിലോട്ട് പോകുന്നത്. ലെറ്റ്സ് സി, അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചത്. ഒന്ന്
ആംഗിൾ ഓഫ് ഐ ആംഗിൾ ഓഫ് ആർ ആയിരിക്കണം സ്മൂത്ത് സർഫസിന്. രണ്ട് ഐയും ആറും പെർപെൻഡിക്കുലറും ഒരേ പ്ലെയിൻ ആയിരിക്കണം. സോ ഈ ഒരു വേർഡ് വായിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം. അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ ദ റിഫ്ലക്റ്റഡ് റേസ് എ ബി സി ഡി. റിഫ്ലക്റ്റഡ് റേസ് ഏതൊക്കെയാണ്? റിഫ്ലക്റ്റഡ് റേസ് ഏതൊക്കെയാണ്? എ ബി സി ഡി. സോ ദ റിഫ്ലക്റ്റഡ് റേസ് എ ബി സി ഡി ക്യാൻ ബി ഡ്രോൺ വിത്ത് റെസ്പെക്ട് ടു ദ നോർമൽ എക്സ് ആൻഡ് വൈ. യെസ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദീസ് റേസ് ആർ എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്? സോ ഈ എ ബി എന്ന് പറയുന്നതിന് ഞാൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇവനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇത് ബാക്കിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ എവിടെങ്കിലും വന്ന് ഒരു കൂട്ടിമുട്ടും. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദേ ആർ എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്? ദാറ്റ് കൺവേർജസ് ടു എ പോയിൻറ്റ്. കൺവേർജസ് to a point. Don't they meet at a point I? Yes. Isn't here that the image is formed? Yes. So record in your following about the image formed here. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് റെക്കോർഡ് ചെയ്തോണം. Distance from the mirror to the object and the image from the mirror. Yes, both are same. Is the image is real or virtual? It is virtual. The size of the image same as the object size. So images are formed when light hitting on object undergoes reflection at the mirror. ശരിയാണ്. Can you increase the number of reflections by increasing the number of mirrors? ശരിയാണ്. ഇപ്പോൾ ഒരു മിറർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റിഫ്ലക്ഷനാണ് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, സലൂണിലൊക്കെ പോയാൽ നമ്മുടെ ബാക്ക് സൈഡിൽ വേറൊരു മിറർ വെച്ചിരിക്കും, അപ്പുറത്ത് വേറൊരു മിറർ വെച്ചിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ഡ്രസ്സിങ് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ട്രയൽ റൂമിലൊക്കെ കയറി എല്ലാ സൈഡിലും അവന്മാർ മിറർ വെച്ചിരിക്കുന്നത് കാണാം. ഓക്കെ. സോ നമ്പർ ഓഫ് മിറേഴ്സ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇമേജസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ അപ് ടു എ ലിമിറ്റ്. ഇഫ് യെസ്, ഹൗ മെനി ഇമേജസ് ക്യാൻ സീ അറ്റ് എ ടൈം വെൻ യൂസിങ് 2 മിറേഴ്സ്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രണ്ട് മിററുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ നിങ്ങളുടെ 2 മിറർ തരിക, മിറർ 1, മിറർ 2. ഞാൻ ചോദിക്കുക ഇതിനകത്ത് എത്ര ഇമേജ് തരും? അന്നേരം ബുദ്ധിയുള്ള ഒരാളാണെന്ന് ചോദിക്കും, സർ ആ 2 മിററുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ 2 മിററുകൾ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു നമ്പർ ഓഫ് ഇമേജസ് കാണും. 2 മിററുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ വ്യത്യാസം കാണും. ഇങ്ങനാണെങ്കിൽ വ്യത്യാസം കാണും. ഇങ്ങനാണെങ്കിൽ വ്യത്യാസം കാണും. ഇങ്ങനാണെങ്കിൽ വ്യത്യാസം കാണും. അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ 2 മിറേഴ്സ് ഡിസൈഡ്സ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്. സെക്കൻഡ് തിങ്, ഈ നമ്പർ ഓഫ് ഇമേജ് നോക്കാൻ വേണ്ടി ഒരുത്തൻ വരത്തില്ലേ, അവൻ എവിടെ നിന്നാണ് നോക്കുന്നത്? സോ the view of the observer. Second thing, the angle. So multiple reflection and the image formation. Arrange 2 plane mirrors in such a way that their edges are in contact. Okay, edges contact ആയിരിക്കണം ഏത് ആംഗിൾ വെച്ച് വെച്ചാലും. Place a burning candle in between. നിങ്ങൾക്കുള്ള ഒരു എക്സസൈസ് ആയി പറയുന്നത് കേട്ടോ. ഇവിടെ ഈ രീതിയിൽ വെക്കാൻ. അതായത് സപ്പോസ് ഇത് മിറർ എ ആണ്, ഇത് മിറർ ബി ആണ്. അത് രണ്ടും കൂടെ എഡ്ജ് കൂട്ടി മൂട്ടി വെക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുക, നിങ്ങളുടെ ബേണിംഗ് ക്യാൻഡിൽ വെച്ച് കഴിയുമ്പോൾ എത്ര ഇമേജ് ഫോം ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ഇതൊരു കണ്ണാടിയാണ്, എ ഒ എന്ന് പറയുന്ന ഒരു മിററാണ്. സോ ഇതിനകത്ത് എന്തുവാലും ഒരു ഇമേജ് ഫോം ചെയ്യും. ഒ ബി എന്ന് പറയുന്ന ഒരു മിററാണ്, ഇതിനകത്ത് എന്തുവാലും ഒരു ഇമേജ് ഫോം ചെയ്യും. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്ക് വേറൊരു ഇമേജ് ഫോം ചെയ്യും, 3. സോ ഇമേജ് 1, ഇമേജ് 2, ഇമേജ് 3, അങ്ങനെ 3 ഇമേജാണ് 2 മിറർ വെച്ച് എനിക്ക് കിട്ടിയത്. ശരിയല്ലേ? അപ്പം ഞാൻ ഇവിടെ നിന്നാലും ഈ ഒബ്ജക്റ്റ് നേരെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇമേജിനെ കാണാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്ത്. സോ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിഫറൻറ്റ് പൊസിഷനിൽ നിന്നാൽ എനിക്ക് 3 ഇമേജ് കാണാൻ പറ്റും. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത് 360/θ-1. അതായത് ഇവിടെ 90 ഡിഗ്രിയാണ് മിററുകൾ തമ്മിലുള്ള ആംഗിൾ, അതാണ് തീറ്റ. എന്നാണ് നമ്പർ ഓഫ് ഇമേജസ്. സോ n is equal to 360 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര 90 മൈനസ് 1. സോ 0/1/4 36, 4 നിന്ന് പോയാൽ 3. സോ n. സോ 3 ഇമേജ് അല്ലേ നമുക്ക് കിട്ടിയ 1 2 3. സോ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഇമേജസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ. സോ 360 എടുത്ത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളങ്ങ് എഴുതിയാൽ മതി. മനസ്സിലാവുന്നോ? അപ്പോൾ ഇവിടെ ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? 360/60. 0 പോയി 0 പോയി 6 36, 6 നിന്ന് പോയാൽ 5. ഇവിടെ എങ്ങനെ എഴുതുന്നത്? 360/90 3 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കില്ലേ ഇവിടെ? ശരിയാണോ?
ഉറപ്പില്ലല്ലേ? ഇരട്ടി ആയിരിക്കത്തില്ല, അതിനേക്കാൾ ഒന്നും കൂടെ കൂടുതലായിരിക്കും. കാര്യം ഞാൻ പറഞ്ഞുതരാം. 360/45. ഓക്കെ, ഞാൻ 45 എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് ഗുണിക്കാനുള്ള, അല്ലെങ്കിൽ എനിക്കിത് പ്രോസസ്സ് ചെയ്യാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇവിടെ 2 കൊണ്ട് ഗുണിക്കും, ഇവിടെ 2 കൊണ്ട് ഗുണിക്കും. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 90 കിട്ടി. അപ്പോൾ ഞാൻ ഈ 90 എടുത്ത് വെച്ചിട്ട് 0 പോക്കിയിട്ട് 9 4 36 4 4 2 8 8 -1 7. സോ 7 ഇവിടെ വരുന്നത്, 5 ഇവിടെ വരുന്നത്, 3 ഇവിടെ വരുന്നത്. ഇവിടെ 120 എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 360/120 12 3 36 3 - 1 2 180. 180 എന്ന് വെച്ചാൽ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നു, ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നു, ഇതിനിടയ്ക്കുള്ള ആംഗിൾ 180 ആയിരിക്കും. അപ്പോൾ എത്ര ഇമേജ് ഫോം ചെയ്യും? ഇവിടെ അല്ലേ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരെണ്ണം അല്ലേ ഫോം ചെയ്യൂ. 360/180 0 0 പോയി 18 2 36 2 - 1 1. അതെന്താ? ഒരെണ്ണം ഫോം ചെയ്യാനുള്ള കാര്യം എന്താ? ഇതാണ് മിറർ 1, ഇതാണ് മിറർ 2. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിന് ഈ മിററിലും വരില്ല, എൻ്റെ നടുക്കൂടെ കൺജങ്ഷനിലേ വരൂ. അതുകൊണ്ടാണ് ഒരെണ്ണം ഫോം ചെയ്യുന്നത്. സോ ഹൗ മെനി ഇമേജസ് ക്യാൻ ബി സീൻ വെൻ വ്യൂഡ് ഫ്രം എ ആൻഡ് ബി? 3. വാട്ട് ഇഫ് വ്യൂഡ് ഫ്രം അതർ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ദ മിറേഴ്സ്? അതർ പൊസിഷൻ എന്ന് വെച്ചാൽ ഇതിനും ഇടയ്ക്കുള്ള പൊസിഷനും ഇതിനും ഇടയ്ക്കുള്ള പൊസിഷനിലും 3 3 ആയിരിക്കും. ഇതിൻ്റെ നേരെ നിന്ന് നോക്കിയാൽ ഒരെണ്ണമേ കാണാൻ പറ്റും. അല്ല, ഇതിനെ നേരെ നോക്കിയാൽ 2 എണ്ണമേ കാണാൻ പറ്റൂ. ഇവ മറിഞ്ഞിരിക്കും, കാര്യം ഒബ്ജക്റ്റിൻ്റെ അപ്പുറത്ത് മറിഞ്ഞിരിക്കും. ഹൗ മച്ച് ഇൻ ബിറ്റ്വീൻ ദ മിറേഴ്സ്? ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്? 90 ഡിഗ്രി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ? ഓക്കെ, ആ റിലേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ചെറിയ നോട്ട് പോലൊരു കണ്ടൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ യു കുഡ് സീ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ ആദ്യത്തെ റിയർ വ്യൂ മിററിൻ്റെ കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിനുള്ള കാരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ടു കോമ്പൻസേറ്റ് ഫോർ ദിസ് എഫക്ട്, ഡ്രൈവേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു യൂസ് ദ സൈഡ് മിറേഴ്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് റിയർ വ്യൂ മിറേഴ്സ്. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാര്യം റിയർ വ്യൂ മിററിനൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. The convex shape of the mirror, rear view mirror, allows the driver to see a wider field of view, but also makes objects appear smaller. ആയിട്ട് ഒബ്ജക്ട്സിനെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അത് ദൂരെയാണ് നിൽക്കുന്നത്, ആക്ച്വലി അത് വളരെ അടുത്താണ്. This can be a problem when judging the distance and the speed of approaching vehicles, especially when changing lanes or merging into highways. അതായത് നമ്മൾ ഹൈവേയിലോട്ടൊക്കെ കയറുമ്പോൾ. Now reflection of light ലോട്ട് വന്നു കഴിഞ്ഞാൽ, reflection of light is the process by which light waves are bounced off a surface and return to the medium where they came from. The angle at which the light waves hit the surface is known as angle of incidence. The bounce off angle is known as angle of reflection, and the normal we drawn is known as normal. ഇപ്പോൾ റഫ് സർഫസ് ആണെങ്കിൽ അവിടെ നടക്കുന്ന റിഫ്ലക്ഷനാണ് ഡിഫ്യൂസ് ഓർ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറയാണ്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പഴയ ക്യാമറസിനകത്തൊക്കെ നമുക്കറിയാം, പെട്ടെന്നൊരു തുണി അങ്ങോട്ട് മാറ്റുമ്പോൾ ബാക്കിലുള്ള ഫിലിമിൽ ലൈറ്റ് വന്നത് ഏത് രീതിയിൽ വീഴുന്നോ അതിനനുസരിച്ചായിരുന്നു ആക്ച്വലി ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ. ലൈറ്റ് ഫ്രം ആൻ ഒബ്ജക്റ്റ് റിഫ്ലക്ട്സ് ഓഫ് ദ സ്മൂത്ത് മിറർ. The reflected light travels a straight line, appears to come from point behind the mirror. അതൊരു വിർച്വൽ ഇമേജ് ആണ്, റിയൽ ഇമേജ് അല്ല, വിർച്വൽ ഇമേജ് ആണ്. വിർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ അതായത് ആ ഇമേജ്, നമ്മൾ കാണുന്ന ഇമേജ് മിററിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് എന്നൊരു തോന്നൽ നമുക്ക് തരും. വിർച്വൽ ഇമേജ് അപ്പിയേഴ്സ് ടു ബി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, സെയിം സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. വിർച്വൽ ഇമേജ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആൻഡ് റിവേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഫ്ലിപ്ഡ് ആയിരിക്കും. The phenomenon of the image formation by plane mirror, blah blah. പിന്നെ ഹൗ മെനി ഇമേജസ് ക്യാൻ ബി സീൻ യൂസിങ് 2 മിറേഴ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ കാലിഡോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത് 3 ഇമേജ് 1, ഇമേജ് 2, ഇമേജ് 3, ഈ 3 ഇമേജ് 60 എന്ന് പറയുന്ന ആംഗിളിൽ വെച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ടൂളാണ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ നോക്കും, മറ്റേ സൈഡിലും ഓരോ ഒബ്ജക്റ്റ് നിങ്ങൾ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആക്ച്വലി, അതായത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ, വീണ്ടും റിഫ്ലക്റ്റഡ് നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് കാണാൻ പറ്റും അതിനകത്ത്. അതാണ് കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്യാൻ വി ഇൻക്രീസ് ദ നമ്പർ ഓഫ് റിഫ്ലക്ഷൻ ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് മിറേഴ്സ്? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം.
ഓക്കെ, ഈ കണ്ടൻറ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്കിത് മനസ്സിലാക്കാനും ടു യൂസ് യുവർ ഐഡിയ, ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ബാക്കി ഒരു ക്ലാസ്സും കൂടെ കാണും ആക്ച്വലി. അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. ഇത് ഐ വിൽ ടേക്ക് ലേറ്റർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ദർ ഇസ് നത്തിങ് ടു ആസ്ക് ഡൗട്ട് ഐ തിങ്ക്. സോ ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ്, ഇഫ് ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്, ഇഫ് എനി ഇംപ്രൂവ്മെൻറ്റ് ഈസ് റിക്വയർഡ്, യു ക്യാൻ കമൻറ്റ് ദാറ്റ് ബിലോ. യൂഷ്വലി 10th ക്ലാസ്സിന് നമുക്ക് വ്യൂവേഴ്സ് കുറവാണ്. 5th 7th ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ 10th ക്ലാസ്സിന് അത്ര ഫോക്കസ് ചെയ്യാത്തത്. അപ്പോൾ if there is requirement, you can mention that also in the comment. If you like it, you can share it, subscribe it. Thank you. Bye. All the best.